എല്ലാവരും ആണോ വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈക്വൽ സെറ്റും ഈക്വാലൻ സെറ്റും എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വരില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ആ പറഞ്ഞിട്ടുള്ള വരെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. എഴുത്. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം നമ്മൾ രണ്ട് ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? രണ്ട് ടൈപ്സ് റെപ്രസെന്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? ഒന്നൊരു റോസ്റ്റർ ഫോമും പിന്നെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോമും. ഓക്കെ, റോസ്റ്റർ ഫോമിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പരിപാടിയാണ് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഉത്തരം ജസ്റ്റ് നമ്മളൊരു ചോദ്യം കിട്ടിയിട്ട് അതിന്റെ ഉത്തരങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഏർപ്പാടാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ക്വസ്റ്റ്യൻ ഫോം ആണ്, അതായത് ഒരു ഡെഫിനേഷൻ ഫോം ആണ്. ഓക്കെ, ഇത് ഈ രണ്ട് കാര്യം മാത്രം ഓർമ്മ വെച്ചാൽ മതി, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിൽ റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. A equal to x such that x is an integer minus 2 less than x less than 2. ഓക്കെ, ഇതിപ്പോ ഒരു ഏത് ഫോം നമുക്ക് തന്നേക്കണേ? വീഡിയോ ൂവിന്റെയും ഇടയിലാണ്. ഓക്കെ, -2-ന്റെയും ഇടയിലാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാലാണ്, അല്ലെങ്കിൽ -2 എന്നുള്ള വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് ആവുള്ളൂ. ഓക്കെ, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാലാണ് -2 ഇൻക്ലൂഡ് ആവുള്ളൂ. അതേപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാലാണ് എന്താവുള്ളൂ? 2 ഇൻക്ലൂഡ് ആവുള്ളൂ. അതായത് ഈ ഈക്വൽ ടു എന്നുള്ള ഒരു പോർഷനും കൂടി വന്നാലാണ് അവർ രണ്ടുപേരും ഇൻക്ലൂഡ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയ? അപ്പോ നമുക്ക് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? എന്തൊക്കെയാണ് നമ്മുടെ ഉത്തരത്തിൽ ഒരു ആൻസർ എങ്ങനെ എഴുതാം? A ഈക്വൽ ടു സെറ്റ് -2 നമുക്ക് എഴുതാൻ പറ്റുമോ? -2 എഴുതാൻ പറ്റില്ല. പിന്നെ ഏത് നമ്പർ അടുത്ത് എഴുതാൻ പറ്റാം? -1, അതായത് -1 0 1. 2 എഴുതാൻ പറ്റുമോ? പിന്നെ 2 എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ല, 2 എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. ഇതാണ് ആൻസർ. A ഈക്വൽ ടു -1 0 1. ഓക്കെ, ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ b ഈക്വൽ ടു set x such that x is a natural number. X is a natural number less than 6. നിങ്ങൾ സൈൻ എപ്പോഴും ആ സെറ്റിന്റെ അതും ക്ലോസ് ചെയ്യണതും കൂടി വരച്ചോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഈ സൈൻ തുടങ്ങില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബ്രേസസിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇപ്പോ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? നമ്മൾ x is a natural number less than 6. ഓക്കെ, ഏതാ ആൻസർ വരാം? നമുക്ക് ഈക്വൽ ടു ബി എന്നാണ് പറഞ്ഞത്. അപ്പൊ ബി ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ ആൻസർ വരാം? 6-നേക്കാളും താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 5. ഓക്കെ, 6 വരും അതില്? 6 വരില്ല, ലെസ് ദാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. 6 വരില്ല കേട്ടോ. അപ്പൊ അത് എഴുതി വയ്ക്കുക. സെറ്റ് 1 2 3 4 5. വേറെ ഒരെണ്ണം c ഈക്വൽ ടു set x such that x is a 2-digit natural number. X is a 2-digit natural number such that the sum of its digits
such that the sum of its digits is 8. Sum of its digits is 8. Sum of its digits is 8. ഞാൻ വലിയ സെന്റൻസ് ആയതുകൊണ്ട് എഴുതണില്ല കേട്ടോ. ഇതേ സാധനം തന്നെ, അതായത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇത് ഈ സെയിം ഉത്തരം കിട്ടുന്ന സെറ്റ് ബിൽഡർ ഫോം ഇപ്പൊ നമുക്ക് വേറെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, xy such that x plus y equal to 8, x plus y equal to 8, the x comma y element of n. ഓക്കെ, ഈ സെയിം കണ്ടീഷൻ തന്നെയാണ് ഞാൻ വേറൊരു രീതിയിൽ എഴുതിയതാണ്. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം ആണ്. എക്സ് വൈ എന്നുള്ള രീതിയിലാണ് അവർ ഒക്കർ ചെയ്യുക. എക്സ് വൈ എന്നുള്ള രീതിയിൽ ഒക്കർ ചെയ്യുമ്പോൾ എക്സും വൈയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 8 കിട്ടണം. എക്സും വൈയും എലമെന്റ് ഓഫ് എന്താണ്, നമ്മളോട് ഇതിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടില്ലേ അതില്. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ. എക്സ് വൈ നാച്ചുറൽ നമ്പർ എന്നല്ല പറഞ്ഞാണ് അവർ, എക്സ് പ്ലസ് വൈ നാച്ചുറൽ നമ്പർ എന്നാണ് കേട്ടോ. എക്സ് പ്ലസ് വൈ, സോറി, എക്സ് വൈ നാച്ചുറൽ നമ്പർ എന്നാണ്. എക്സ് വൈ എലമെന്റ് ഓഫ് എൻ. എക്സും വൈയും നാച്ചുറൽ നമ്പർ ആണെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 80 എഴുതിയെന്ന് വിചാരിക്കും. 80, ഓക്കെ, 80 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ? 8 + 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ? 8 + 0 8 ആണ്. പക്ഷെ ഇതില് 8 ഒരു നാച്ചുറൽ നമ്പർ ആണ്. 0 നാച്ചുറൽ നമ്പർ ആണോ? അല്ലല്ലോ. 0 ഹോൾ നമ്പർ എന്നുള്ള സെക്ഷൻ തൊട്ടല്ലേ 0 വരുന്നുള്ളൂ, നാച്ചുറൽ നമ്പറിൽ പെടില്ലല്ലോ. അതുകൊണ്ടാണ് എക്സ് വൈ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. എക്സ് വൈ രണ്ടും നാച്ചുറൽ നമ്പർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 എഴുതാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ ഏതൊക്കെ ആൻസർ വരാം? ഇതിന്റെ ആൻസർ ഏതൊക്കെ വരാം? സി ഈക്വൽ ടു സെറ്റ്. ഏതൊക്കെ നമ്പേഴ്സ് വരാം നോക്കി. രണ്ട് നമ്പറുകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കണം. ആ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 8 കിട്ടണം. ഓക്കെ, അത്രയും ആലോചിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഫസ്റ്റ് നമ്പർ 1 എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര വന്നാലാണ് 8 വരിക? 7 വരണ്ടേ? ഓക്കെ, 1 + 7 8 അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ നമ്പർ 17. ഓക്കെ, രണ്ടാമത്തെ നമ്പർ ഞാൻ ഫസ്റ്റ് നമ്പർ 2 എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് 6 വന്നാലല്ലേ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് 8 വരുള്ളൂ. 2 6, അടുത്തത് 3 5, പിന്നത്തെ 4 4, പിന്നത്തെ നമുക്ക് ഇതൊക്കെ റിവേഴ്സ് ചെയ്ത് എഴുതാൻ പറ്റും. 5 3 6 2 7 1. അത് കഴിഞ്ഞിട്ട് ഒരു 80 കൂടിയും എഴുതാൻ പറ്റും. 80 കൂടി എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയ? നമുക്കിവിടെ 08 എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നോട്ട് എ ഡിജിറ്റ് നമ്പർ, സോറി 2 ഡിജിറ്റ് നമ്പർ. 08 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയാണ്? 8 ആണ് അല്ലേ? 08 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? അപ്പൊ അത് 2 ഡിജിറ്റ് നമ്പർ ആവില്ലല്ലോ. 08 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ 08 എഴുതാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ കേട്ടോ. ജിയുടെ ആൻസർ ഇതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മനസ്സിലാവില്ലെങ്കിൽ അപ്പൊ ചോദിച്ചോളൂ. അടുത്തത് d equal to set x such that x is a prime number. X is a prime number divisor of 60. Okay, set d equal to for all x such that x is a prime number divisor of 60. Okay, അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം? ഇനി ഒരു d equal to set. അതായത് ഉത്തരം ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. നിങ്ങളൊരു ചോദ്യം കിട്ടുമ്പോൾ സെറ്റിലത്തെ ഒരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായി തന്നെ മനസ്സിലാക്കലാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഇവിടുത്തെ 2 കാര്യങ്ങൾ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ 8 ആവണം, എക്സ് വൈ എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആവണം. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞാണ്? എക്സ് ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. എക്സ് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ബേസിക്കലി കുറച്ച് വരണം. പ്രൈം നമ്പർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരണം എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. എല്ലാ നമ്പറും വരണം എന്നല്ല, ജനറലി തുടക്കം നമുക്ക് കിട്ടണം. ഏതൊക്കെ? ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാ? ആ ഒരു ഓർഡറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ നമുക്ക്. 1 വരില്ലേ? എന്താ 2 പറഞ്ഞേ? 1 3 5. ഓക്കെ, അപ്പോ പ്രൈം നമ്പർ എന്താന്ന് നമുക്ക് കിട്ടണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 60 ഡിവൈഡ് ചെയ്യണതാവണം. ഓക്കെ, 60 കംപ്ലീറ്റ് ആയിട്ട് പോണതാവണം. ഇത്രയും 2 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈക്വൽ ടു നമുക്ക് എന്താണ് ആൻസർ വരാം? ഏതൊക്കെ ആൻസർ വരാം? 60 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആവണ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ?
2 3 5 പിന്നെ വല്ലതും വരുമോ? ഇല്ലല്ലോ, പിന്നെ ഒന്നും വരില്ലല്ലോ. അപ്പോൾ 2 3 5. ഓക്കെ, ഇതാണ് ആൻസർ 2 3 5. ഓക്കെ, അത് ഇങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പറ്റില്ലേ? വേറെ ഇഷ്യൂസ് ഇല്ലല്ലോ. അപ്പൊ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി അടുത്ത കുറച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എഴുതി കഴിഞ്ഞ് അടുത്ത് എഴുതിക്കോ. റൈറ്റ് ദി ഫോളോയിങ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. റൈറ്റ് ദി ഫോളോയിങ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. Write the following in set builder form. Following in set builder form. ഒന്നാമത്തെ a equal to set 3 6 9 12. 3 6 9 12. ഓക്കെ, ജസ്റ്റ് അവർ നമുക്ക് റോസ്റ്റർ ഫോമിൽ ആൻസർ തന്നു, കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നു. ഇതിനെ നമ്മൾ ഏത് ഫോമിൽ എഴുതണം? സെറ്റ് ബിൽഡർ ഫോം. അതായത് ഇത് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. ബേസിക്കലി അങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കപ്പോൾ ഒരു ആൻസർ തന്നുണ്ട്, അതിന്റെ ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി തുടങ്ങാം, എക്സ് സച്ച് ദാറ്റ്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 3 6 9 12 പ്രത്യേകത എന്താ? അതൊക്കെ 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ബേസിക്കലി എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3n എഴുതിയാൽ പോരെ? 3n എഴുതാം. അത് അത്ര മാത്രം എഴുതിയാൽ മതിയോ? 3n മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ വരെ പോകും? 3 6 9 12 അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിട്ട് പോകും. ഓക്കെ, 3n മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ ഇത് ശരിക്കും ഫൈനൈറ്റ് സെറ്റ് അല്ലേ? ആകെ 4 എലമെന്റ്സ് അല്ലേ ഉള്ളൂ, ഡെഫിനിറ്റ് ആയിട്ടുള്ള നമ്പറിലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് നേരത്തെ പോലെ ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യാം. ഇതിന് നമുക്ക് ഇനി ബൗണ്ടറി കൊടുക്കാൻ പറ്റാം, കുറെ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഈ വെച്ചേക്കണ എന്നിനെ ബേസ് ചെയ്തിട്ട് ബൗണ്ടറി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ എക്സിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എക്സിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 തൊട്ടല്ലേ? അപ്പൊ നമുക്ക് 1 അല്ലെങ്കിൽ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 13. എക്സ് എലമെന്റ് ഓഫ് എന്തെന്ന് എഴുതാം? നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എക്സിനെ വെച്ചിട്ടുള്ള കണ്ടീഷൻ. ഇത് നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ 2 എക്സിന് ഏറ്റവും ചെറിയ വാല്യൂ 2 ആണ് വരാൻ പറ്റുക. പക്ഷെ 2 എന്നുള്ള വാല്യൂ ഇവിടെ സാറ്റിസ്ഫൈ ആവില്ലല്ലോ. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 2 എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് അടുത്ത വാല്യൂ ആണ് വരിക. അപ്പൊ 3 ആണ്, 3 നോക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 into 1 ആണ്. ഓക്കെ, ഇതാണ് എക്സിനെ ബേസ് ചെയ്തിട്ട്. ഇനി നമുക്ക് എന്നിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റാം? എന്നിനെ ബേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1 equal to 4. ഓക്കെ, എന്നിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ നോക്കി നോക്കിയേ, n ഈക്വൽ ടു 1 കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 into 1 3. n ഈക്വൽ ടു പിന്നെ മാക്സിമം നമ്പർ എത്ര? 4 ആണ് പറഞ്ഞാണ്. 3 into 4 4 12. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തേക്കണം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കൊടുത്തേക്കണേ കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കൊടുത്തേക്കണേ, ആലോചിക്കുക. അതുകൊണ്ടാണ് 1ഉം 4ഉം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ കോമ കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ എഴുതാം, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ എഴുതാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് ഉത്തരം കറക്റ്റ് ആയാൽ മതി എന്നുള്ളത്. അതായത് ഒരു ഉത്തരത്തിന് പല ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറയണം സംഭവമാണ്. അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ബി ഈക്വൽ ടു 2 4 6 8 10 12 എഴുതും. നിങ്ങൾ എഴുതും, നിങ്ങൾ പറയും. ബി ഈക്വൽ ടു എക്സ് എച്ച് ദാറ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി.
പറയും ബി കഴിഞ്ഞെങ്കിൽ ആൻസർ പറയും. ഒരാൾ പറയും ബിയുടെ ആൻസർ പറയും. പറയും, ആരെങ്കിലും ഒരാൾ പറയും. നമ്മൾ നേരത്തെ എഴുതി അതേ മോഡൽ തന്നെയാണ്. എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും? നേരത്തെ 3n എഴുതിയാണ്, ഇവിടെ എന്ത് വരും? ഇവിടെ 2n വരും. അതാണ് മെയിൻ കണ്ടീഷൻ, എക്സ് ഈക്വൽ ടു 2n. പിന്നെ അപ്പുറത്ത് നിങ്ങൾ എഴുതണ പോലെയാണ് കേട്ടോ. നിങ്ങൾ n-നാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, ഇതാണ് n-ന് കൊടുക്കണ കണ്ടീഷൻ. വേണമെങ്കിൽ n എലമെന്റ് ഓഫ് n എഴുതണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും കൂടി എഴുതിയിട്ട് ഈ ടൈപ്പ് നിർത്താം നമുക്ക്. c ഈക്വൽ ടു 2486. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 2ന്റെ പവേഴ്സ് ആണ് അല്ലെ? 2^1, 2^2, 2^3, 2^4. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവണം കേട്ടോ ബേസിക്കലി. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ നമ്മൾ എഴുതുക z ഈക്വൽ ടു സെറ്റ് എക്സ് ഈക്വൽ ടു 2^n എന്നാണ് എഴുതുക. ഓക്കെ, 2^n, കോമ നമ്മൾ n കൊടുക്കാൻ വെച്ചാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 2 3 4 തന്നെയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക്കലി. ഇനി അടുത്തൊരു സെറ്റ് ചോദ്യം എഴുത്. സർ, അവിടെ 4ന്റെ അവിടെ ഈക്വൽ വരില്ലേ? ഈക്വൽ ഉണ്ട്. ഞാൻ പെട്ടെന്ന് അടുത്തൊരു സെറ്റ്. ലിസ്റ്റ് all the elements of the following sets. List all the elements of the following sets. A equal to set x such that x is an integer. Minus 1/2 less than x less than 9/2. നോക്കിയേ, ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. അതായത് റോസ്റ്റർ ഫോമിൽ ഉത്തരം എഴുതാനാണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതില് ഇവര് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഇൻറ്റീജർ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് കിടക്കേണ്ടത് -1/20 9/20 ഇടയിലാണ്. ഓക്കെ, -1/2 കഴിഞ്ഞിട്ടുള്ള വലിയ ഇൻറ്റീജർ ഏതാണ് വരിക? -1/2 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാ വരിക? 0 അല്ലേ വരിക? 0 ആണ് വരിക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്പർ ലൈൻ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കാൻ ഇത് 0 ആണ്. 1 2 3 ഓടിക്കുകയാണെങ്കിൽ -1 -2 -3. ഇതല്ലേ ബേസിക്കലി നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, -1/2 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ് എടുക്കുക. -1/2 9/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എത്രയാണ് നമ്പർ? 4.5 അല്ലേ? 9/2 എന്ന് പറഞ്ഞാൽ 4.5 അല്ലേ? നമുക്കറിയാലോ. 9/5 എന്ന് പറഞ്ഞാൽ 4.5 അപ്പൊ ഇവിടെയാണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് ഈ ഒരു റീജിയനിലാണ്. നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് അങ്ങനെ ആലോചിക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇനി സൊല്യൂഷനിൽ പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഇൻറ്റീജർ ആണ്. അപ്പോ കംപ്ലീറ്റ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. -1/2 കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാന്ന് നോക്കിയാൽ 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് 1 2 3 4. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താ വരിക? 0 1 2 3 4. മനസ്സിലായ? 4 ഇവിടെ 4.5 വരെ ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള അതിന് തൊട്ട് മുമ്പുള്ള വലിയ നമ്പർ ഏതാണ്? 4 ആണ് വരിക. ഓക്കെ, 4 കഴിഞ്ഞ പിന്നെ 5 ആണ്. 5 നമ്മുടെ ഈ പറയുന്ന കണ്ടീഷന്റെ ഉള്ളിൽ പെടൂല. അപ്പൊ നമ്മൾ 4 വരെ എടുക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കി നോക്കിയേ. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഒരു നമ്പർ ഉണ്ടാവണം. ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4നേക്കാളോ ചെറുതായിരിക്കണം. അപ്പൊ ഏതൊക്കെ ആൻസർ വരാം?
സ്ക്വയർ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, മൈനസിന്റെ സ്ക്വയർ എടുത്താലും ആൻസർ എന്തിനാ പോസിറ്റീവ് അല്ലേ വരിക? മൈനസിന്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവ് ആണ് വരിക, അതും ആലോചിക്കണം. അപ്പോ നമുക്ക് എവിടെ തൊട്ട് എഴുതാൻ പറ്റും? -2 എഴുതാം. ഇത് എക്സ് സ്ക്വയർ ആണോ? സോറി, എക്സ് സ്ക്വയർ ആണോ ഇത്? എക്സ് സ്ക്വയർ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. -2 എഴുതാം, -1 എഴുതാം, 0 എഴുതാം, 1 2. ഓക്കെ, ഇതൊക്കെ 4നേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ്. ഒരെണ്ണോടെ എഴുതിക്കോ, c equal to x such that x is a letter in the word mathematics. z equal to സെറ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ലാന്ന്, ഓർമ്മയില്ലേ? സെറ്റിന്റെ ഒരു കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിലെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏതൊക്കെ നമുക്ക് ആൻസർ വരാം? എം എഴുതാൻ പറ്റും, എ എഴുതാൻ പറ്റും, ടി എച്ച് ഇ, പിന്നെ നോക്കി MATH കഴിഞ്ഞാൽ എം പിന്നെ ഓൾറെഡി നമ്മൾ എഴുതിയതാണ്, അപ്പൊ അത് വേണ്ട, എഴുതിയതാണ്. എ എഴുതിയതാണ്, ടി എഴുതിയതാണ്, ഐ എഴുതിയിട്ടില്ല, അപ്പൊ നമുക്ക് ഐ എഴുതാം. സി എഴുതിയിട്ടില്ല, സി എഴുതാം. എസ് എഴുതിയിട്ടില്ല, എസ് എഴുതാം. ഓക്കെ, ക്ലിയർ ആയി? റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല എന്നുള്ളൂ, ബാക്കി എല്ലാ ലെവൻസും എഴുതുകയും വേണം. ഓക്കെ, MATHEICS ഇതാണ് അതിന്റെ ആൻസർ വരാം. ഈ ഒരു ടൈപ്പുകൾ മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന് ചെറിയ മാർക്കിന് ചോദ്യം ചോദിക്കുക, കേട്ടാ? ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അടുത്തൊരു ടൈപ്പ് state whether these sets are null set, comma finite or infinite. Null set, comma finite or infinite. Null set, comma finite or infinite. Okay, എഴുതിയായിരുന്നോ? ഒന്നാമത്തെ A equal to set of odd natural numbers divisible by 2. Set of odd natural numbers divisible by 2. ഇത് ഏത് ടൈപ്പിൽ എഴുതാം? ഏത് ടൈപ്പിൽ വരാം? നൾ സെറ്റ് അല്ലേ? ഏതെങ്കിലും ഓഡ് നമ്പർ നമുക്ക് 2 ഡിവിസിബിൾ ആവോ? കംപ്ലീറ്റ് ഡിവിസിബിൾ ആവോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നൾ സെറ്റ് ആണ്. മാർക്ക് നോക്കിയിട്ട് എഴുതാം. ഇപ്പോ ഒരു 2 എണ്ണത്തിന്റെ കാരണം മാർക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതിക്കൊള്ളോട്ടോ. ഓക്കെ, ഓഡ് നമ്പർ ഒരിക്കലും 2 ആയിട്ട് ഡിവിസിബിൾ ആവില്ല. ഇനി അടുത്തത് b equal to set y such that y is a point common to any two parallel lines.
ഇവിടെ എന്താണ് പറഞ്ഞത്? രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അതിന് രണ്ടിന്റെയും ഒരു കോമൺ പോയിന്റ് ആണ്, അതിന് രണ്ടിനും കൂടി വരുന്ന ഒരു കോമൺ പോയിന്റ് ആണ് y എന്ന് പറയുന്ന പോയിന്റ്. ഇതെന്ത് സെറ്റ് വരാം? ഇത് ഏത് ടൈപ്പ് വരാം? ഇത് ഏത് ടൈപ്പ് ആയിരിക്കും? 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. നള്ള് പറഞ്ഞു, ഫൈനൈറ്റ് പറഞ്ഞു, ഇൻഫൈനൈറ്റ് പറഞ്ഞു. ഓക്കെ, അതിൽ ഏത് ടൈപ്പിൽ വരാം? സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നോക്കി നോക്കിയാ ഞാനൊരു പാരലൽ ലൈൻ, ഒരു ലൈൻ വരച്ചു, അതിന് പാരലായിട്ട് വേറൊരു ലൈൻ വരച്ചു. ഈ ലൈൻസ് എവിടെയെങ്കിലും വെച്ചിട്ട് കൂട്ടിമുട്ടോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് ജോയിൻ ആവും, എവിടെയെങ്കിലും വെച്ചിട്ട് മീറ്റ് ചെയ്യൂ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഒരു ലൈനിന് പാരലായിട്ട് വേറൊരു ലൈൻ പോവാം അല്ലെ? അപ്പൊ ഒരിക്കലും ഈ രണ്ട് ലൈനും ഇവ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, അതേപോലെ ഇവ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, അല്ലാണ്ട് രണ്ടുപേരും ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ അവിടെ ഒരു കോമൺ പോയിന്റ് ബേസിക്കലി ഇല്ല. ഓക്കെ, അപ്പൊ നോ പാരലൽ ലൈൻസ് വിൽ ബി ജോയിൻ അറ്റ് എനി പോയിന്റ് എന്ന് എഴുതി വെച്ചാൽ മതി. സോ ഇറ്റ് വിൽ ബി എ നൾ സെറ്റ്. ബി ഈക്വൽ ടു എ നൾ സെറ്റ് ആണ് കേട്ടോ. ബി ഈക്വൽ ടു എ നൾ സെറ്റ് ആണ് ആൻസർ വരാം. അത് എഴുതി വയ്ക്കും. ബി ഈക്വൽ ടു നൾ സെറ്റ് എന്ന് എഴുതി വയ്ക്കും. അടുത്തത് z equal to the set of positive integers greater than 100. Set of positive integers greater than 100. ഇത് എന്ത് ടൈപ്പ് വരാം? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാരണം എന്താ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 100ന് മേലെ പിന്നെ നമുക്കത് അപ് ടു ഇൻഫിനിറ്റി വരെ പോവാം അല്ലേ? 100 തൊട്ട് ഇൻഫിനിറ്റി വരെ പോവാം. അതുകൊണ്ടാണ് കേട്ടോ അതിനെ നമ്മൾ പറയണത്. ഇനി അടുത്തത് d equal to the set of lines which are parallel to x axis അല്ലെങ്കിൽ y axis, ഏത് ആക്സിസ് ആണെങ്കിലും. ഓക്കെ, ഇത് ഏത് ടൈപ്പ് വരാം? സെറ്റ് ഓഫ് ലൈൻസ് പാരലൽ ടു x axis. സെറ്റ് ഓഫ് ലൈൻ പാരലൽ ടു x axis. ഇത് ഏത് ടൈപ്പ് വരാം? ഏത് ടൈപ്പ് വരാം? ഇൻഫൈനൈറ്റ് അല്ലേ? നമ്മളിപ്പോ ഒരു എക്സ് വൈ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഏത് ആക്സിസ്? ഇത് വൈയും ഇത് എക്സും അല്ലേ? എക്സിന് പാരലായിട്ട് എനിക്ക് എത്ര ലൈൻ വേണമെങ്കിൽ വരച്ചോടെ? വൈ ആക്സിസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോവല്ലേ? അതിന് പാരലായിട്ട് എനിക്ക് എത്ര ലൈൻ വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, സെറ്റ് ഓഫ് ലൈൻസ് എത്ര വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ അതെന്താണ്? ഇറ്റ്സ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അടുത്തത് E equal to the set of letters in English alphabet. Set of letters in English alphabet. ഇത് ഏത് ടൈപ്പ് വരാം? ഫൈനൈറ്റ് അല്ലേ? എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ? 26 അല്ലേ? 26 ആണ്. അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, മാറ്റമില്ല, കൂടാനും ഇല്ല കുറയാനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തൊരു ടൈപ്പ്
check the equality. Check the equality of sets. ഒന്നാമത്തെ a equal to set 4, 8, 12, 16. b equal to 8, 4, 16, 18. Okay. ഇതെന്താണ്? b ഈക്വൽ ആണോ? a ഈക്വൽ ടു b ആണോ? അല്ലല്ലോ. അപ്പൊ നോക്കി നോക്കിയേ, 4 ഉണ്ട് 8 ഉണ്ട് 8 ഉണ്ട്, 12 ഇവിടെ ഉണ്ട്, ഇവിടെ 12 ഇല്ല. ഓക്കെ, ഒരെണ്ണം ഇല്ലാണ്ടായാൽ തന്നെ പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട കാര്യമില്ല. a നോട്ട് ഈക്വൽ ടു b എന്നാണ് എഴുതി വെച്ചാൽ മതി. ഇനി കാരണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൾ ദി എലിമെന്റ്സ് ഓഫ് a is present in b എന്നും കൂടി എഴുതി വെച്ചാൽ മതി കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം പോലെ. വേറെ ഒരെണ്ണം a equal to set 2, 4, 6, 8, 10. b equal to set x such that for all x is a positive even integer, and x less than or equal to 10, and x less than or equal to 10. ഇതെന്താ? ഈക്വൽ ആണോ? ഇവിടെ എയും ബിയും ഈക്വൽ ആണോ? അത് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ബിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. കാരണം ഇത് റോസ്റ്റർ ഫോം അല്ലേ, ഇത് റോസ്റ്റർ ഫോം ആണ്. അപ്പൊ നമ്മൾ ബിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ നമുക്ക് ബി ഈക്വൽ ടു എക്സ് ഒരു പോസിറ്റീവ് ഈവൺ ഇന്റീജർ ആണ്, എക്സിന്റെ വാല്യൂ 10-നേക്കാളും താഴെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റാം? 10-നേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഈവൺ ഇന്റീജേഴ്സ് നോക്കിയാൽ മതി. 2, 4, 6, 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. അപ്പൊ നമുക്ക് 10 കൂടി എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ 10 കൂടി എഴുതിയപ്പോ നോക്കി 2 ഉണ്ട് 4 ഉണ്ട് 6 ഉണ്ട് 8 ഉണ്ട് 10 ഉണ്ട് 10 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a equal to b. Since all the elements of a is present in b, the sets a equal to b. ക്ലിയർ ആയില്ലേ? ഇക്വാലിറ്റി നോക്കാൻ മനസ്സിലായില്ലേ? ഇക്വാലിറ്റി അല്ല നമ്മൾ ഇന്നലെ അവസാനം പഠിച്ചേ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരെണ്ണം കൂടി, മൂന്നാമത്തെ ഇതിൽ തന്നെ ഒരെണ്ണം കൂടി. a equal to set 2, 3. a equal to set 2, 3. b equal to set x such that for all x is a solution of x square plus 5x plus 6 equal to 0. ഓക്കെ, രണ്ട് സെറ്റുകളാണ് തന്നെയാണ്. ഒന്നാമത്തെ സെറ്റ് 2, 3 ആണ്. രണ്ടാമത്തെ സെറ്റിന് ഒരു കണ്ടീഷൻ ആണ് തന്നെയാണ്. ഈ x square plus 5x plus 6 equal to 0 എന്ന് പറയണ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം. അതാണ് അതിന്റെ റോസ്റ്റർ ഫോം വരിക. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ എപ്പോഴും 2 വാല്യൂസ് ഉണ്ടാവുമല്ലോ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ. പറയും സൊല്യൂഷൻ പറയും. പറയും, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താ കിട്ടിയേ? 3 and 2 എന്നാണോ പറയണേ? അത് നമ്മൾ കോമൺ ആയിട്ട് തെറ്റിക്കുന്ന ഒരു തെറ്റാണ് കേട്ടോ ബേസിക്കലി. അത് നമ്മൾ ഇപ്പൊ ഇങ്ങനെയോ നോക്കിയിട്ടുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5ഉം, അങ്ങനെയല്ലേ നോക്കിയത്? ഓക്കെ, അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന 3 and 2 ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതാണ് ചെയ്യുക. x plus 3 into x plus 2 equal to 0 എന്ന് എഴുതാണ് ചെയ്യുക. ഓക്കെ, അത് സൊല്യൂഷൻ ആയിട്ടില്ല. ഫൈനൽ സൊല്യൂഷൻ ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുക. x equal to -3ഉം x equal to -2 എന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. ഓക്കെ, ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇത് മാത്രമാണ് 2ഉം 3ഉം എന്നുള്ളത്, ഷോർട്ട് കട്ട് മാത്രമാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം, ആഡ് ചെയ്താൽ 5 കിട്ടണം. ഓക്കെ,
ആ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇതിനെ പാർട്സ് ആക്കി എഴുതി വെക്കുക. x+3 × x+2 = 0. ഓക്കെ, ഇതെങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ നോക്കണത്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു ടേം എടുത്ത് x+3 = 0 ആണെങ്കിൽ അതെങ്ങനെ എടുക്കണേ? x+3 എന്ന് പറഞ്ഞാൽ ഇതിനെ താഴത്തേക്ക് കൊണ്ടുപോയി വിചാരിക്കാം. അപ്പൊ x+3 = 0 ഓൾറെഡി വരും. x = 3 + 3 അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേനും -3 വരും. അതേപോലെ തന്നെ x+2 = 0 വരുമ്പോൾ x = -2 എന്ന് വരും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ വരിക b = -3 -2 എന്നാണ്. നോക്കി നോക്കിയേ, b = -3 -2 ആണ്. a = 2 ഉം 3 ആണ്. അപ്പൊ എയും ബിയും ഈക്വൽ ആണോ? എയും ബിയും ഈക്വൽ അല്ല, കാരണം എലമെന്റ്സ് സെയിം അല്ല. സോ a ≠ b. ഇത് ബേസിക്കലി ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇവിടെ 2, 3 ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പാർട്സ് ആക്കുമ്പോൾ നമ്മൾ ചാടി കയറി 2, 3 എന്ന് എഴുതും കേട്ടാ. അതുകൊണ്ടാണ് ചെയ്തത്. അതങ്ങനെ എല്ലാവരും തെറ്റിക്കണതാണ്. അതങ്ങനെ ടെൻഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇതുവരെ പഠിച്ചെന്നുള്ള ചോദിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സബ്സെറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്തൊരു ടോപ്പിക്കാണ് സബ്സെറ്റ്. സബ്സെറ്റ് നമ്മൾ സെറ്റ് എന്താന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ സെറ്റ് എന്താന്ന് കണ്ടാകുന്നില്ല. എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെറ്റ് എന്ന് പറയാം അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ സെറ്റിന്റെ ഉള്ളിലത്തെ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്സെറ്റ്. ഓക്കെ, നമ്മൾ സബ് യൂണിറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഞാനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. വെറുതെ ഒരു സെറ്റ് എഴുതാണ് 1, 2, 3, 4. ഓക്കെ, എന്നിട്ട് ഞാൻ വേറെ ഒരു സെറ്റ് എഴുതിയിട്ട് സെറ്റ് എഴുതാണ് 1, 2. ഇപ്പൊ എന്താ ഈ 1, 2 എന്ന് പറയുന്ന ഈ രണ്ട് എലമെന്റ്സും ഈ മെയിൻ സെറ്റിലുള്ളതാണ് അല്ലെ? ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ് ബി. ഓക്കെ, B1, 2 ആണ് സെറ്റ്. എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ഓക്കെ, അപ്പൊ എന്റെ ഒരു പാർട്ടാണ് ഞാൻ ബി ആയിട്ട് എഴുതിയേക്കണേ. ക്ലിയർ ആയി? എന്താണ് ഐഡിയ എന്ന് മനസ്സിലായ? അങ്ങനെ എന്ന് ഒരു പാർട്ടായിട്ട് എടുത്ത് എഴുതണം. അല്ലെങ്കിൽ അപ്പോ ഈ ബി എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ഇങ്ങനെ എഴുതും, ബി സബ്സെറ്റ് ഓഫ് എ. ഇത് സി അല്ല കേട്ടാ, സി അല്ല, സബ്സെറ്റിന്റെ സിമ്പിൾ ആണ്. ഓക്കെ, സബ്സെറ്റ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ എന്നൊക്കെ പറയും വേണമെങ്കിൽ. സബ്സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ അങ്ങനെയൊക്കെ പറയും. ഇതാണ് അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ, ബി സബ്സെറ്റ് ഓഫ് എ. പിന്നെ ഇതിന്റെ കുറച്ച് കണ്ടീഷൻസ് ആണ്. ഇതിന്റെ കുറച്ച് കണ്ടീഷൻസ് വന്നാലേ വേണ്ട, നിങ്ങൾ എഴുത് സബ്സെറ്റ് എന്ന് ഹെഡിങ് എഴുതും. സബ്സെറ്റ് എന്ന് ഹെഡിങ് എഴുത്. ബ്രാക്കറ്റിൽ പാർട്ട് ഓഫ് എ എഴുതിക്കോ. ഒരെണ്ണോട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം എഴുതി വെച്ചോ. ഇത്തിരി പരത്തി എഴുതിയാൽ മതിട്ടാ, അപ്പൊ മനസ്സിലാവും. സി അല്ല, ഇത്തിരി പരത്തി എഴുതിയാൽ. നമ്മൾ ഇത് തന്നെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റ് എഴുതും. ഇഫ് ഓൾ എലിമെന്റ്സ് ഓഫ് എ സെറ്റ് if all elements of a set if all elements of a set if all elements of a set B എഴുത്. if all elements of a set B, capital B ട്ടാ. if all elements of set B is present in another set A, 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 then B is called subset of A. Then B is called subset of A. Subset of A. Or it is also called B is contained in A. B is contained in A. B is contained in A. എഴുതിയായിരുന്നോ? ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ എഴുതി വെച്ചോ. A equal to set 1, 2, 3, 4, B equal to set 1, 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? Then
ബി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, അതേപോലെ എഴുതി വെച്ചാൽ മതി, ബി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ഇവിടെ ഈ ബി സബ്സെറ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ അതേപോലെ തന്നെ എഴുതി വെച്ചു, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് വേർഡ്സിലും കൂടി എഴുതി വെച്ചു, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഫസ്റ്റത്തെ തവണ ആയതുകൊണ്ട്. ഞാൻ വേറൊരു സെറ്റും കൂടി ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, സി ഈക്വൽ ടു സെറ്റ് 1 5. ഓക്കെ, സി ഈക്വൽ ടു സെറ്റ് 1 5. ഇത് സബ്സെറ്റ് ആണോ, എയുടെ സബ്സെറ്റ് ആണോ? 1 5 എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ് ആണോ? നോക്കിയൊക്കെ, അല്ലല്ലോ, 5 എന്ന് പറയുന്ന എലമെന്റ് എയിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുക സി, ഇത് സി ആണ്, സി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, സി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഇത് എഴുതി വയ്ക്കും, സി ഈക്വൽ ടു 1 5 എന്ന് എഴുതിയിട്ട് സി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഇവിടെയും ബ്രാക്കറ്റിൽ എഴുതിക്കോ, സി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ, നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് തുടങ്ങുന്നത്. നമ്മൾ ഇത്ര നേരം പഠിച്ചതൊക്കെ ബേസ് പോലത്തെ കാര്യങ്ങളാണ്, ചെറിയ മാർക്കിന് ചോദിക്കുന്നതാണ്. സബ്സെറ്റ് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി വരയ്ക്കാം. ഓക്കെ, ഇത് എഴുതിയില്ലേ? അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങളത് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. empty set is a subset of every set. Empty set is a subset of every set. എഴുതിയ അതെങ്ങനെ നമ്മൾ സിംബോളിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? സിംബോളിക്കലി 5 സബ്സെറ്റ് ഓഫ്, നമ്മൾ ഇവിടെ മെയിൻ സെറ്റ് ആയിട്ട് എ അല്ല എടുത്താണ്, 5 സബ്സെറ്റ് ഓഫ് എ അങ്ങനെ എഴുതി കേട്ടോ, 5 സബ്സെറ്റ് ഓഫ് എ, 5 സബ്സെറ്റ് ഓഫ് എ. രണ്ടാമത്തെ പോയിന്റ്, എവരി സെറ്റ് ഈസ് എ subset to itself. Every set is subset to itself. ഞാൻ അത് പറഞ്ഞുതരാം. Every set is subset to itself. അതെ, a subset of a, അത് എഴുതി, a subset of a, a subset of a. മൂന്നാമത്തെ, if a subset of b, if a subset of b and a not equal to b, if a subset of b and a not equal to b, then we call A as the, then we call A as the proper subset of B. Proper subset of B. And B as the superset of A. And B as the superset of A. Superset of A. Okay. അടുത്ത പോയിന്റ്, if A subset of B and B subset of C, then A subset of C. ലാസ്റ്റ് ഒരെണ്ണം കൂടി, A equal to B
A equal to B, if and only if and only if A subset of B and B subset of A, B subset of A. എഴുതിയാ? ഇത് ചോദിക്കണോട്ടാ. ഇതൊന്നുമില്ല, നമ്മളോട് ഒരു വലിയൊരു സെറ്റ് തരും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെറ്റ്, ഏതെങ്കിലും ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സബ്സെറ്റ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. അതായത് അതിന്റെ സബ്സെറ്റ്സ് ഒക്കെ എഴുതാൻ പറയും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതുക ഫൈ സബ്സെറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫൈ എഴുതാം, പിന്നെ അതേ സെറ്റ് പിന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ എലമെന്റ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അപ്പൊ അതാണ് ഒന്നാമത്തെ. ഫൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സെറ്റ് ആയിരിക്കും. എല്ലാ സെറ്റിനും ഫൈ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും. പിന്നെ എല്ലാ സെറ്റും അതിനോട് തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിലാണ് അതിനൊരു പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആവും വേണം, എ നോട്ട് ഈക്വൽ ടു ബി ആവും വേണം. അപ്പോഴാണ് അതിനൊരു പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഇനി നാലാമത്തെ നമ്മൾ ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് വരും ചാപ്റ്ററുകളിൽ. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് എന്നൊക്കെ കൊണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കും. ഓക്കെ, അതിനോടൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. ഓക്കെ, എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അപ്പൊ ആരാണ് വലുത്? എ ആണോ ബി ആണോ വലുത്? എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അതാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. ബിയിലത്തെ എല്ലാ എലിമെന്റ്സും എവിടെയുണ്ട്? സിയിലുണ്ട്. ബിയിലത്തെ എല്ലാ എലിമെന്റ്സും സിയിലുണ്ട്. അതാണ് ബി സബ്സെറ്റ് ഓഫ് സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ്. എ എന്ന് പറയുന്ന സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. ഓക്കെ, അപ്പൊ എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്, അല്ലെ? അതിൽ സംശയമില്ലല്ലോ. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിൽ സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? അത് അവിടെ നിൽക്കട്ടെ. ഇനി ബിയിലത്തെ, ഇപ്പൊ എ സബ്സെറ്റ് ഓഫ് സി ബി എഴുതിയിട്ട് ഞാൻ. ഇനി ബിയിലത്തെ എല്ലാ എലിമെന്റ്സും ഇപ്പൊ 1 2 3 4, ബിയിലത്തെ എല്ലാ എലിമെന്റ്സും എവിടെയുണ്ട്? സിയിലുണ്ട്. ഡിയിലത്തെ എല്ലാ എലിമെന്റ്സും സിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലത്തെയും കൂടി എലിമെന്റ്സ് അല്ലേ? അപ്പൊ എനെ നമുക്ക് സിന്റെയും സബ്സെറ്റ് എന്ന് പറഞ്ഞോടെ? എ സി സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞോടെ? അതൊന്ന് തിയറട്ടിക്കലി പറഞ്ഞോന്നുള്ളൂ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, ബി സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതൊന്ന് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു കണ്ടീഷൻ, എ ഈക്വൽ ടു ബി ആവാനുള്ള കണ്ടീഷനാണ്. എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. എ ഈക്വൽ ടു 1 2 3 ആണെന്ന് വിചാരിക്കുക. ബി ഈക്വൽ ടു 1 2 3 തന്നെയാണെന്ന് വിചാരിക്കുക. എ ബി, എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്, ഇല്ലേ? 1 2 3 എന്ന് പറയുമ്പോൾ എല്ലാ എലിമെന്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഓക്കെ, അതേപോലെ ബിയിലത്തെ എല്ലാ എലിമെന്റ്സും എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. ബി സബ്സെറ്റ് ഓഫ് എ. ഇനി നോക്കാം, ഇപ്പൊ നമുക്ക് എയും ബിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, വേറൊരെണ്ണം ഞാൻ പറയാണ്. ഇപ്പോ 1 2 3 1 2 3 4, ഇത് എ ആണ്, ഇത് ബി ആണ്. എ ബി നോക്കിയേ, എയിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്, ഇല്ലേ? ഇവിടെ 1 2 3 ഉണ്ട്, ഇവിടെയും 1 2 3 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും, അല്ലെ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞോടെ? സംശയമില്ലല്ലോ. പക്ഷെ ബിയിലത്തെ എല്ലാ എലിമെന്റ്സും ഇവിടെ ഉണ്ടാ? ഇവിടെ 4 എന്ന് പറയുന്ന എലിമെന്റ് മിസ്സിംഗ് അല്ലേ? അപ്പൊ നമുക്ക് ബി സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? എയുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഈക്വൽ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടെന്ന് മാത്രം. അതൊക്കെ ഒരു തിയറട്ടിക്കൽ കേസ് ആണ് കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ,
ഓക്കെ, ഇതിലെ ഒരു കാര്യം കൂടി എഴുതി വെച്ചു. നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഈക്വൽ ടു number of subsets of a finite set equal to 2 raised to n equal to 2 raised to n where n is equal to cardinal number of the set. number of elements നമ്മൾ ആ ഒരു ടേം പഠിച്ചതുകൊണ്ട് എഴുതുന്നു മാത്രം ട്ടോ. number of elements ഇതിലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇത് രീതിയിൽ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഈക്വൽ ടു 2 raised to n where n is equal to cardinal number. ഹലോ, Okay, sir. എക്സാമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോ. Write all the subsets of the set. Write all the subsets of set 1 2 3. Write all the subsets of 1 2 3. Okay. Subsets എന്ന് പറഞ്ഞാലേ അതായത് രണ്ട് തരത്തിൽ ആലോചിക്കുക. നമ്മൾ ഇനി അടുത്തത് പവർ സെറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കും. അതും കൂടി ഇപ്പൊ പറയാം, നമുക്ക് കഴിഞ്ഞിട്ട് എഴുതാം. പവർ സെറ്റ് എന്ന് പറഞ്ഞാലേ ഒരു സെറ്റിലെ എല്ലാ സബ്സെറ്റുകളെയും ഒരു സെറ്റ് ആക്കിയിട്ട് കംപ്ലീറ്റ് ഒരു സെറ്റ് ആക്കിയിട്ട് എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പവർ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെറ്റ്സ് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടി ഒരു സെറ്റ് ആയിട്ട് എഴുതണ്ട, ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറെ സെറ്റുകളായിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ഇത് നോക്കിയേ, ഇതിന്റെ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഒന്ന് കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2 raised to n ഈക്വൽ ടു 2 ക്യൂബ്. അല്ല, ഇവിടെ 3 നമ്പർ അല്ലേ, 1 2 3. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം വരും. ഓക്കെ, 8 സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ ആലോചിക്കാം. സബ്സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 is a subset അല്ലേ, നൾ സെറ്റ് is a subset, ഫോൾ സെറ്റ് നമ്മൾ എഴുതിയില്ലേ. അപ്പൊ ആദ്യത്തെ സബ്സെറ്റ് 5 ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എന്താ പഠിച്ചത്? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ അടുത്ത സബ്സെറ്റ് 1 2 3 തന്നിട്ടുള്ള എന്താണോ അത് അതേപോലെ എടുത്ത് എഴുതലാണ് അടുത്ത സബ്സെറ്റ്. ഇനി ഇത് എങ്ങനെ എഴുതണ്ടെന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ ഒരു ലോജിക്കാണ്. ഒരു രീതി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ആദ്യം തന്നെ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. ഓക്കെ, ഇതൊക്കെ സബ്സെറ്റുകളാണ് അല്ലെ. സെറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുക? കോമ ഞാനിപ്പോ ഇവിടെ താഴ്ത്തിക്ക് എഴുതുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടി എളുപ്പത്തിന്. കോമ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് 1 2 എഴുതാൻ പറ്റും അല്ലെ. സെറ്റ് 1 2 എന്ന് പറഞ്ഞ സബ്സെറ്റ് ആണ്. പിന്നെ ഏത് എഴുതാൻ പറ്റുക? സെറ്റ് 1 3 എഴുതാൻ പറ്റും. പിന്നെ സെറ്റ് 2 3 എഴുതാൻ പറ്റും. 1 2 എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 1 എഴുതാൻ പറ്റുമോ? 1 2 എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 1 എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. സെറ്റ് 1 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സെറ്റ് 1 2 ഈക്വൽ ടു സെറ്റ് 2 1 ആണ് അല്ലെ, സെയിം എലമെന്റ്സ് അല്ലേ. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള നമ്മൾ പിന്നെ എഴുതില്ല. അപ്പൊ എത്ര എണ്ണായി? 1 2 3 4 5 6 1 2 3 4 5 6 7 8. ഓക്കെ, 8 എണ്ണായി. നമുക്ക് 8 എണ്ണല്ലേ വേണ്ടു അല്ലെ. 8 സബ്സെറ്റ്സ് ആയി നമ്മുടെ കയ്യില്. അപ്പോ ഇതാണ് ഇതിന്റെ സബ്സെറ്റുകൾ നമ്മളോട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എഴുതുന്നുണ്ടോ. ഇനി അതേസമയം ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളോട് ഫൈൻഡ് അല്ലെങ്കിൽ റൈറ്റ് ദി പവർ സെറ്റ് ഓഫ് ഈ സെറ്റ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ. ഓക്കെ, പവർ സെറ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇവിടെയും ഒരു സെറ്റ് തുടങ്ങുക, ഇതിനെല്ലാത്തിനെയും ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതുക കേട്ടാ. അതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയാം. ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളോ. ഇതിനെല്ലാത്തിനെയും ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പവർ സെറ്റ് എന്ന് പറയും. ഓക്കെ, അല്ലാണ്ട് വെറുതെ എലമെന്റ്സ് ആയിട്ടാണ് എഴുതണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ സബ്സെറ്റ് ആണ് പറഞ്ഞത്, ഞാൻ ഒപ്പം പറഞ്ഞത് മാത്രം. അത് ഇതന്നെ നമുക്ക് അപ്പോഴും എക്സാമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? സബ്സെറ്റ്സിന്റെ എന്താന്ന് മനസ്സിലായില്ലേ?
ഓക്കെ, പവർ സെറ്റും കൂടി എഴുതിക്കോളൂ. പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് ഹെഡിങ് എഴുതും. പവർ സെറ്റ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് പവർ സെറ്റിനെ നമ്മൾ എഴുതുക പി ഓഫ് എ എന്നാണ് കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതിക്കോ പി ഓഫ് എ. പവർ സെറ്റ്. പവർ സെറ്റ് ബ്രാക്കറ്റിൽ പി ഓഫ് എ എന്ന് കൂടി എഴുതിക്കോ. It is the set of all possible subsets. It is the set of all possible subsets. It is the set of all possible subsets. എഴുതിയാ? എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിക്കോ. ഇതന്നെ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ എഴുതിക്കോ. എന്നിട്ട് എഴുതുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതിയാൽ മതി. വലിയൊരു സെറ്റിന്റെ ഉള്ളിൽ ഈ കുഞ്ഞ സെറ്റുകൾ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ എക്സാമ്പിൾ ആയിട്ട് കേട്ടാ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്നുമില്ല, കുറച്ച് ഇന്റർവെൽസിന്റെ കാര്യങ്ങൾ, വെൻ ഡയഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് പകുതിക്ക് മേലെയായി കേട്ടോ. സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഞാൻ ചെയ്തു നോക്കാൻ പറയണില്ല, കാരണം ഇത് ചെയ്തു നോക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. എന്നാലും ഒന്ന് വായിച്ചു നോക്കിയോളാം കേട്ടാ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തോളാം. ഓക്കെ, സോ 1 മണിക്കൂറല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ്? 1 മണിക്കൂറല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വായിച്ചു നോക്കിയോളാം. ശരി, താങ്ക് യു. Thank you, sir. Thank you, sir.